Please listen. If we know period number and group number, we can find out and we can write its subshell electronic configuration also. Subshell configuration തന്നിട്ട് പീരീഡും ഗ്രൂപ്പും ബ്ലോക്കും കണ്ടുപിടിച്ചില്ലേ, അതുപോലെ പീരീഡ് ഗ്രൂപ്പും തന്നാൽ സബ്ഷൽ കോൺഫിഗറേഷനും കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ, an element belongs third period. An element belongs third period and first group. An element belongs in third period and in first group. So how can we write the subshell electronic configuration of that element? തേർഡ് പീരീഡിലാണ് ഫസ്റ്റ് ഗ്രൂപ്പിലാണെന്ന് പറയുന്നു. തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 3 മെയിൻ സെല്ല് വേണ്ടേ? 1s വേണം, 2s വേണം, 2p വേണം, 3s വേണം, 3p വേണോ? നമുക്ക് നോക്കാം. ഇത് തേർഡ് പീരീഡ് ആണ്. ഇനി ഗ്രൂപ്പും കൂടി നോക്കുക. ഗ്രൂപ്പ് 1 അല്ലേ? ഗ്രൂപ്പ് 1 എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്ക് അല്ലേ? എസിൽ 1 വരുമ്പോഴല്ലേ ഫസ്റ്റ് ഗ്രൂപ്പ് ആവുക, എസിൽ 2 വരുമ്പോഴല്ലേ സെക്കൻഡ് ഗ്രൂപ്പ് ആവുക. അപ്പൊ ഇത് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എസിൽ എത്ര ഇലക്ട്രോൺ വേണം? 1. ഇവിടെ പിയുടെ ആവശ്യമില്ലല്ലോ. 13 മുതൽ 18 വരെ വരുന്ന ഗ്രൂപ്പുകളാണ് പി ബ്ലോക്ക്. അപ്പൊ ഇവിടെ പിയുടെ ആവശ്യമില്ല. സോ വി ക്യാൻ കംപ്ലീറ്റ് ദി സബ്ഷൽ കോൺഫിഗറേഷൻ. ഹിയർ 6, ഹിയർ 2, ഹിയർ ആൾസോ 2. 1s2, 2s2, 2p6, 3s1 is the subshell configuration. പീരീഡ് എത്രയുണ്ടോ അത്രയും മെയിൻ ഷെല്ലുകൾ ഉണ്ടാവണം. ഇനി ഗ്രൂപ്പും കൂടി നോക്കിയിട്ടാണ് ഏത് സബ്ഷെല്ലാണ് ലാസ്റ്റ് വേണ്ടത് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാം. ഇനി ഈ സബ്ഷെൽ കോൺഫിഗറേഷൻ തന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങൾ ഏത് ബ്ലോക്കിലാണ്, അറ്റോമിക് നമ്പർ എത്രയാണ്, വാലൻസി എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാമല്ലോ നേരത്തെ പോലെ. നെക്സ്റ്റ് എക്സാമ്പിൾ, an element belongs group 13 and includes in period 3. Third period, 13th group. How can we write subshell electronic configuration of these elements? ഈ എലമെന്റ് 13th ഗ്രൂപ്പിലാണ്, തേർഡ് പീരീഡിലാണ്. തേർഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 3 മെയിൻ സെൽ വേണം. 1s, 2s, 2p, 3s. ഫസ്റ്റ് ഗ്രൂപ്പിലോ സെക്കൻഡ് ഗ്രൂപ്പിലാണെങ്കിൽ 3s മതി. എന്നാൽ 13th ഗ്രൂപ്പിൽ നിന്ന് വരുമ്പോൾ 3p വേണം. പിയിൽ എത്ര ഇലക്ട്രോൺ വരുമ്പോഴാണ് 13th ഗ്രൂപ്പ് ആവുക? 13th ഗ്രൂപ്പ് ആവുക. പിയിൽ എത്ര ഇലക്ട്രോൺ വരുമ്പോഴാണ് 13th ഗ്രൂപ്പ് ആവുക? 12 പ്ലസ് പി ഇലക്ട്രോൺ. പിയിൽ ഇലക്ട്രോൺ എൻഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് 12 പ്ലസ് പി ഇലക്ട്രോൺ ആണ്. 12നോട് പിയിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ ഗ്രൂപ്പ് കിട്ടണം. സോ 1 പ്ലസ് 12 13. അപ്പൊ ലാസ്റ്റ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാലോ. ഹിയർ 2, ഹിയർ 6, ഹിയർ 2, ഹിയർ ആൾസോ 2. ദിസ് ഈസ് എ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. പീരീഡും ഗ്രൂപ്പും തന്നാൽ സബ്ഷെൽ കോൺഫിഗറേഷൻ എഴുതാം. ബാക്കി എല്ലാ സംഭവങ്ങളും കണ്ടുപിടിക്കാനും പറ്റും. നെക്സ്റ്റ് മെത്തേഡ്, സബ്ഷെൽ കോൺഫിഗറേഷൻ അറിയാമെങ്കിൽ എലമെന്റുകൾ ചേർന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതുന്ന മെത്തേഡാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Now listen. Subshell configuration of 2 atomic elements you can see here. A, 1s2, 2s2, 2p6, 3s2, 3p5. And another one, the element B. Symbols of elements are not real. Its electronic configuration, subshell configuration is 1s2, 2s2, 2p6, 3s2. And find out the chemical formula of the compound formed by combining these 2 elements. എയും ബിയും ചേർന്ന് വരുന്ന കോമ്പൗണ്ട്. എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ആണ്, ബി എന്ന് പറഞ്ഞ മറ്റൊരു എലമെന്റ് ആണ്. ഈ രണ്ട് എലമെന്റുകളും ചേർന്ന് വരുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് കണ്ടുപിടിക്കുക? കെമിക്കൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ എയുടെ വാലൻസി അറിയണം, ബിയുടെ വാലൻസി അറിയണം. ഈ വാലൻസി ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ കെമിക്കൽ ഫോർമുലയായി. എങ്ങനെയാണ് വാലൻസി കണ്ടുപിടിക്കുക? വാലൻസി കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം അറ്റോമിക് നമ്പർ കണ്ടെത്തുക. അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ചിട്ട് വാലൻസി കണ്ടുപിടിക്കാമല്ലോ, നേരത്തെ നമ്മൾ പഠിച്ചു. So what is atomic number of A? 2 plus 2 plus 6 plus 2 plus 5, 17, right? So 17 is atomic number of A. And what is atomic number of B? 12. And write the main shell configuration. 2, 8, 7. So last shell electrons number 7. So valency is equal to 1. Last shell 7 ആകുമ്പോൾ 8 electrons ആവാൻ 1 electron accept ചെയ്യുന്നുണ്ട്, valency 1. Last shell 7 ആയതുകൊണ്ട് this is non metal.
ലാസ്റ്റ് ഷെല്ലിൽ 7 ആയതുകൊണ്ട് 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതൊരു നോൺ മെറ്റൽ ആണ്. Then next, atomic number 12b. Write the electronic configuration. Main shell wise 282. Number of electron present last shell 2. So its valency is equal to 2. It is metal. Last shell number 1, 2, 3 വരുന്നതെല്ലാം മെറ്റൽ ആണ്. ലാസ്റ്റ് ഷെൽ 5, 6, 7 വരുന്നതെല്ലാം നോൺ മെറ്റൽ ആണ്. ഇനി എയും ബിയും ചേർന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വാലൻസി ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. വാലൻസി ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് മെറ്റലിനെ ആദ്യം എഴുതണം. പോസിറ്റീവ് അയോൺസിനെ കാറ്റയോണിനെ ആദ്യം എഴുതണം. ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുന്ന ഇവിടെ ആരാ? ലാസ്റ്റ് ഷെല്ലിൽ 2 വരുന്ന ആൾ ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുന്നു, ലാസ്റ്റ് ഷെൽ 7 വരുന്ന ആൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന ഗെയിൻ ചെയ്യുന്ന ആൾ നോൺ മെറ്റൽ, ഇലക്ട്രോൺ ലോസ്റ്റ് ചെയ്യുന്ന ആള് മെറ്റൽ. ലാസ്റ്റിൽ 1, 2, 3 വരുന്ന മെറ്റൽ, ലാസ്റ്റിൽ 5, 6, 7 വരുന്ന നോൺ മെറ്റൽ. സോ മെറ്റലിനെ നമ്മൾ ആദ്യം എഴുതണം. സോ മെറ്റൽ ആരാ ഇവിടെ? ബി ആണ്. നോൺ മെറ്റൽ ആരാണ്? എ ആണ്. മെറ്റലിനെ ആദ്യം എഴുതുന്നു, നോൺ മെറ്റൽ രണ്ടാമത് എഴുതുന്നു. ഇനി ഇതിന്റെ വാലൻസി നേരെ താഴെ എഴുതി കൊടുക്കൂ. ബിയുടെ വാലൻസി 2, എയുടെ വാലൻസി 1. ഈ വാലൻസികൾ ഇന്റർചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. വാലൻസികൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരിക? B1 A2. 1 ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ BA2. ദിസ് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. എയും ബിയും ചേർന്ന് വരുന്ന കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല BA2 എന്നാണ്. അത് എലമെന്റിന്റെ റിയൽ സിമ്പൽ അല്ല, AB എന്നാണ് എലമെന്റിന് പേര് കൊടുത്തിരിക്കുന്നത്. ആ പേര് വെച്ചുകൊണ്ട് തന്നെ കെമിക്കൽ ഫോർമുല എഴുതണം. എലമെന്റ് ആര് എന്ന് കണ്ടെത്തൊന്നും വേണ്ട, എയും ബിയും വെച്ചുകൊണ്ട് കെമിക്കൽ ഫോർമുല എഴുതുക. അപ്പൊ വാലൻസി കണ്ടുപിടിക്കുക. വാലൻസി ഇന്റർചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ പോസിറ്റീവ് അയോൺ കാറ്റയോൺ ആദ്യം എഴുതാൻ മറക്കരുത്. ഇങ്ങനെ നമുക്ക് സബ്ഷെൽ കോൺഫിഗറേഷൻ തന്നാൽ കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റും. എക്സാമ്പിൾ 2, ലിസൺ. ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് an element X is equal to 1s2, 2s2, 2p6, 3s1 and another one Y, 1s2, 2s2, 2p6, 3s2, 3p5. Write the chemical formula of the compound formed by combining these two elements X and Y. So first we want to find out the atomic number of X. What is its atomic number? 11. So write the electronic configuration. Main shell wise 2, 8, 1. So here valency of this element is 1. This is metal, right? And next Y, atomic number 2 plus 2 plus 6 plus 2 plus 5, 17. 17. If you write the electronic configuration main shell wise, write 2, 8, 7. It's also valency 1. Last shell 1 വരുമ്പോഴും ലാസ്റ്റ് 7 വരുമ്പോഴും valency 1 ആണ്. ലാസ്റ്റ് 1 വരുമ്പോൾ ലോസ്റ്റ് ചെയ്യും, valency 1. ലാസ്റ്റ് 7 വരുമ്പോൾ 1 ആക്സെപ്റ്റ് ചെയ്യും, valency 1. So this is last shell 7 ആണ്. So non metal. This is non metal. Metal should be first. So first X, then Y second. This valency 1, it's also valency 1. Interchanging these valencies, we get X1, Y1. And 1 is not need indicate. So X1 indicate and avashyamilla. This chemical formula of this compound is XY. Do you understand, children? Children, next example. Subshell configuration of an element P, 1s2, 2s2, 2p6 and 3s2. Q, 1s2, 2s2, 2p4. Find the atomic number P, 2 plus 2 plus 6 plus 2, 12. Write the electronic configuration main shell wise 2, 8, 2. And its valency is equal to 2. So this is metal. And next Q1, 2, 2 plus 2, 8. Q, atomic number 8, electron configuration 2, 6, last cell 6, so it is non-metal. It's also valency 2, non-metal. Write the chemical formula of this compound. First metal P, then next non-metal Q. Valency of P 2, Q also 2, same number, cancel it. So P1, Q1, it can be divided by 2 by 2, 2 by 2. So P1, Q1, this PQ is the chemical formula of this compound, right? Now see some questions related to this class. Children, please try to find out the answer of these questions. First question, the subshell configuration of
an element is 1s2, 2s2, 2p6, 3s1. Find out A. Period number, its period number. B. Group number. C. Its block. D. Its atomic number. Okay, question number 2. The subshell configuration of an element is 1s2, 2s2, 2p6, 3s2, 3p5. Find out spirit, group, block, atomic number, valency, oxidation number, metal or non-metal. Question number 3. The last subshell configuration of an element is 3d2, 4s2. Last subshell configuration. Question. Right. A. Write this complete subshell configuration. Complete subshell configuration. Next, group. Find its group. And C. Find its period number. And D. Find its block. Last subshell configuration. Remember. Then question number 4. An element belongs in third period and second group. An element belongs in third period and second group. Write its subshell electronic configuration. Then question number 5. Subshell configuration of two elements are given. Its symbols are not real. Subshell configuration of element X, 1s2, 2s2, 2p4, and Y, 1s2, 2s2, 2p6, 3s1. What we want to find out? Write the chemical formula when combine these two elements. Write the chemical formula when combines these two elements. That's all about these questions. Children, please try to find out the answer of these questions. Okay, thank you.